സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി വെളിയന്നൂർ പഞ്ചായത്തിന് ലഭിച്ചു. ഭരണ, വികസന, ക്ഷേമ രംഗങ്ങളിലെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് വെളിയന്നൂർ പഞ്ചായത്തിനെ സ്വരാജ് പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. പ്രവർത്തനങ്ങളിലെ കാര്യക്ഷമതയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ പരിശ്രമങ്ങളുമാണ് വെളിയന്നൂർ പഞ്ചായത്തിന് മികവിന്റെ പാതയിൽ മുന്നേറാൻ അവസരമൊരുക്കിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സജേഷ് ശശി പറഞ്ഞു. ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പാക്കുന്നതിലെ മികവും വികസന രംഗത്തെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച വെളിയന്നൂർ പഞ്ചായത്ത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫിക്കായി തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് പഞ്ചായത്ത് ഈ വർഷം സംസ്ഥാന തലത്തിൽ അംഗീകാരം നേടുകയായിരുന്നു. ബുധനാഴ്ച ഗുരുവായൂരിൽ നടക്കുന്ന പഞ്ചായത്ത് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും. 50 ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന സർക്കാർ അനുവദിച്ച പദ്ധതി വിഹിതത്തിന്റെ വിനിയോഗത്തിന് പുറമെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലെ പുരോഗതി, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി, മാലിന്യ സംസ്കരണ രംഗത്ത് സ്വീകരിച്ച പുതുമാതൃകകൾ, ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന വാർഷിക പദ്ധതിയിലെ പ്രവർത്തന മികവ്, സംരംഭങ്ങൾ ആരംഭിക്കുന്നതിലെ മികവ്, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ, ഭിന്നശേഷി സൗഹൃദ സമീപനം, പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളിലെ കൃത്യത തുടങ്ങിയ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളും സജേഷ് ശശി പ്രസിഡന്റും ജിനി സിജു വൈസ് പ്രസിഡന്റുമായ ഭരണസമിതിയുടെയും സെക്രട്ടറി ജിജി ടിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ കൂട്ടായ പ്രവർത്തനങ്ങളുമാണ് വെളിയന്നൂർ പഞ്ചായത്തിനെ പുരസ്കാര നേട്ടത്തിലെത്തിച്ചത്. വാർഷിക പദ്ധതി പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച് 100% പദ്ധതി പ്രവർത്തനം പൂർത്തിയാക്കിയ ഗ്രാമപഞ്ചായത്താണ് വെളിയന്നൂർ. കെട്ടിട നികുതി സമാഹരിക്കുന്ന രംഗത്തും സംസ്ഥാനത്ത് മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. മാനസിക വെല്ലുവിളി നേടുന്ന കുട്ടികളെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി വെളിയന്നൂരിൽ ഒരുക്കിയ ബഡ് സ്കൂൾ അനുകരണീയ മാതൃകയായി അംഗീകാരം നേടി. കൃത്യമായ ആസൂത്രണത്തോടെ പദ്ധതികൾ നടപ്പാക്കി പുതുമയുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞതാണ് പഞ്ചായത്തിന് അംഗീകാരം ലഭിക്കാൻ കാരണമായതെന്ന് പ്രസിഡന്റ് സജേഷ് ശശി പറഞ്ഞു. വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാര നേട്ടത്തിൻ്റെ നിറവിലാണ് ഇന്ന് നിൽക്കുന്നത്. സമൂഹത്തിൻ്റെ എല്ലാ തുറയിൽപ്പെട്ട ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടത്തിയ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളാണ് ഈ ഗ്രാമപഞ്ചായത്തിനെ ഈ മികവാർന്ന നേട്ടത്തിലേക്ക് എത്തിച്ചത്. സംസ്ഥാന കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കുന്ന ഗ്രാമപഞ്ചായത്താണ്. വിഭവ സമാഹരണ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തി ലഭിക്കുന്ന മുഴുവൻ പണവും കൃത്യമായി ചെലവഴിച്ചു പോകുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ ആ മികവ് വെളിയന്നൂരിനുണ്ട്. വാർഷിക പദ്ധതി പ്രവർത്തനങ്ങൾ ഏറ്റവും കുറ്റമറ്റ നിലയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്നതിന്, ആ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ബഡ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ എത്തുന്ന അമ്മമാർക്ക് വേണ്ടി സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചു. കുടുംബശ്രീ സംരംഭങ്ങൾ, ഒട്ടനവധി സംരംഭങ്ങളാണ് സമയബന്ധിതമായി നമുക്ക് ആരംഭിക്കാനും നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. പൊതുജലാശയങ്ങളെയെല്ലാം ശുചീകരിച്ച് ഒപ്പം തരിശു നിലങ്ങളിലെല്ലാം കൃഷിയിറക്കി അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒട്ടനവധി മാതൃകകൾ നാടിന് മുമ്പിൽ അവതരിപ്പിച്ച് കൂട്ടായ ഒരു ശ്രമത്തിൻ്റെ ഫലമായാണ് ഗ്രാമപഞ്ചായത്തിന് ഈ പുരസ്കാര നേട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. മുൻ വർഷങ്ങളിൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് തൊട്ട് മുൻപുള്ള വർഷം ജില്ലയിൽ 2ാം സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മുമ്പുള്ള വർഷങ്ങളിൽ ജില്ലയിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും മാറി 2 വർഷങ്ങളിലായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒരേ മനസ്സോടെ നടത്തിയ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിനെ സ്വരാജ് ട്രോഫിക്ക് അർഹമാക്കിയതെന്ന് സെക്രട്ടറി ജിജി ടി പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിന് 2017, 18, 19, 20 വർഷങ്ങളിൽ തുടർച്ചയായിട്ട് ജില്ലയിൽ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സംസ്ഥാനത്തെ നമ്പർ 1 പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനുള്ള കാരണം എന്ന് വെച്ചാൽ കൂട്ടായ ഒരു പ്രവർത്തനം മാത്രമാണ്. അതായത് ഇച്ഛാശക്തിയോടെ ദീർഘവീക്ഷണത്തോടെ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിനും അവരുടെ ഭരണസമിതിയുടെ അമികവും, പിന്നെ അതിന് എല്ലാ ജീവനക്കാരെയും നിർവഹണ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും കൂട്ടായിട്ട് പുറത്തു കൊണ്ടുപോകാനുള്ള ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും കഴിവും പരിശ്രമവും ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തിക്കഴിയാൻ കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുൾപ്പെടെ ഏകദേശം 9 നിർവഹണ ഉദ്യോഗസ്ഥരുകളുണ്ട്. ആ നിർവഹണ ഉദ്യോഗസ്ഥരും ഒന്നിനൊന്നും മെച്ചം എന്നുള്ളൊരു ആരാദ്യം പദ്ധതി തീർക്കും എന്നുള്ളൊരു വാശിയോടുകൂടി തന്നെ എല്ലാവരും ഒന്നിച്ച് അവരുടെ ജീവനക്കാരും, അപ്പോൾ എൻ്റെ സ്റ്റാഫാണെങ്കിലും എയുടെ കൂടെയുള്ള സ്റ്റാഫാണെങ്കിലും അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉള്ള സ്റ്റാഫ് ഒന്നിനൊന്നും മെച്ചപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതും അതോടൊപ്പം തന്നെ നമ്മുടെ ഹരിതകർമ്മസേന അതിനൊരു മുഖ്യ പങ്കുണ്ട്. ഹരിതകർമ്മസേനയ്ക്കും ആരോഗ്യപര രംഗത്തുമൊക്കെ ഉള്ളവരുടെ നല്ലൊരു, കൂടാതെ കുടുംബശ്രീ, എല്ലാവരുടെയും തന്നെ ഒരു കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമാണ് നമുക്ക് ഈ ഒരു ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അത് വളരെ സന്തോഷമുണ്ട്. ഇനിയും പഞ്ചായത്തിന് ഇതുപോലുള്ള കിട്ടാനുള്ള ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഖനിവ് പേപ്പർ പ്രൊഡക്ട്സും ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. വെളിയന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം തുടർച്ചയായി 2 തവണ ലഭിച്ചു.
കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലെ 4 സബ് സെൻ്ററുകളെയും ജനകീയ ആരോഗ്യ കേന്ദ്രമായി ഉയർത്തിയ ഗ്രാമപഞ്ചായത്താണ് വെളിയന്നൂർ. തരിശുകിടന്ന വെളിയന്നൂർ പാടശേഖരം തുടർച്ചയായി 8 വർഷം കൃഷി ചെയ്ത് മികവ് തെളിയിച്ചിട്ടുമുണ്ട്. 26 ഏക്കർ പാടമാണ് തരിശായി കിടന്നിരുന്നത്. ജൈവ വൈവിധ്യ ആക്ഷൻ പ്ലാനും ബയോഡൈവേഴ്സിറ്റി രജിസ്റ്ററിൻ്റെ 2 വാല്യങ്ങളും തയ്യാറാക്കിയ ഏക ഗ്രാമപഞ്ചായത്താണ് വെളിയന്നൂർ. പുതുവേലിയിൽ ആരംഭിച്ച ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയവും ഓപ്പൺ ജിമ്മും സ്പോർട്സ് മേഖലയിലും ആരോഗ്യ സംരക്ഷണ രംഗത്തും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. മാലിന്യം, ഊർജ്ജം, വ്യവസായം, കൃഷി തുടങ്ങിയ മേഖലകളിൽ പുറന്തള്ളുന്ന കാർബണിന്റെ അളവ് കണക്കാക്കി ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന നെറ്റ് സീറോ കാർബൺ ക്യാമ്പയിൻ ജില്ലയിൽ ആദ്യഘട്ടത്തിൽ ഏറ്റെടുത്ത പഞ്ചായത്താണ് വെളിയന്നൂർ. നികുതി പിരിവിലും പദ്ധതി നിർവഹണത്തിലും നേടിയ 100% നേട്ടമാണ് വെളിയന്നൂരിനെ ഒന്നാമതെത്തിക്കുന്നത്. മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ മികവിൽ ഒന്നാമതെത്തി മികച്ച നേട്ടം കൊയ്ത വെളിയന്നൂർ പഞ്ചായത്ത് അവാർഡിൻ്റെയും അംഗീകാരങ്ങളുടെയും തിളക്കത്തിലൂടെ കൂടുതൽ മികവുകളിലേക്ക് നീങ്ങുകയാണ്. ക്യാമറമാൻ അനിൽ കുറിച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.